നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രവാസി ഭാരതീയ സമ്മാൻ അവാർഡ് ജേതാവും UAE-യിലെ പ്രമുഖ വ്യവസായിയുമായ സിദ്ധാർത്ഥ് ബാലചന്ദ്രൻ അധ്യക്ഷനായ ബൂമർക്ക് ഇന്ത്യ ഫൗണ്ടേഷൻ പ്രതിനിധികൾ ആൽഫ എടമുട്ടം ഹോസ്പിസ് സന്ദർശിച്ചു. സോഷ്യൽ ഇനിഷ്യേറ്റീവ് എക്സിക്യൂട്ടീവ് ഗീതു, മീഡിയ എക്സിക്യൂട്ടീവ് ദേവിക എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. ആൽഫ ഡയാലിസിസിന്റെ ചെലവിന്റെ 10% സ്പോൺസർ ചെയ്യുന്നത് ബ്യൂമർക്ക് ഫൗണ്ടേഷൻ ആണ്. ആൽഫ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജോസ് ബാബു, ഡയാലിസിസ് സൂപ്പർവൈസർ ജിതുൻ ജോർജ് എന്നിവർ ആൽഫ പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഡയാലിസിസ് സെന്റർ പ്രവർത്തനങ്ങളെക്കുറിച്ചും വിവരിച്ചു. ഡയാലിസിസ് എക്സിക്യൂട്ടീവ് കൗൺസിൽ സെക്രട്ടറി PK ജയരാജൻ, ട്രഷറർ രാജീവ്, അഡ്മിനിസ്ട്രേഷൻ ഇൻചാർജ് സന്ധ്യ സുജിത് തുടങ്ങിയവർ സംഘത്തെ സ്വീകരിച്ചു. ആൽഫ തൃശൂർ സെന്റർ എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗം ഇന്ന് നടന്നു. പ്രസിഡന്റ് തോമസ് തോലത്ത് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി CK സജീവ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഓഗസ്റ്റ് 9 നടത്തുന്ന ഫിസിയോതെറാപ്പി സേവനത്തിനെത്തുന്നവരുടെയും പരിചരിക്കുന്നവരുടെയും സംഗമം വിജയിപ്പിക്കുന്നതിനെ കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുന്നതിനായിരുന്നു യോഗം. സെന്ററിന്റെ പൊതുവായ കാര്യങ്ങളും യോഗം ചർച്ച ചെയ്തു. ആൽഫ ഒല്ലൂർ സെന്റർ പ്രവർത്തന അവലോകന യോഗം ഇന്ന് നടന്നു. സെന്റർ പ്രസിഡന്റ് ബാബു പാനിക്കുളത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സെക്രട്ടറി CJ ജോജി, ട്രഷറർ MJ ഡേവിസ്, നഴ്സ് ഇൻചാർജ് പ്രീതി, ഫിസിയോതെറാപ്പിസ്റ്റ് PT അനു എന്നിവർ വിവിധ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. ആൽഫ കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ, ഗവേണിംഗ് കൗൺസിൽ അംഗം ഇന്ദിര ശിവരാമൻ എന്നിവർ പങ്കെടുത്തു. പുതിയ സാഹചര്യത്തിൽ രണ്ടാമത് നഴ്സിംഗ് ഹോം കെയർ ടീം എന്ന ആശയത്തെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു. ഓഫീസ് ഇൻചാർജ് CD നിമ്മി നന്ദി പറഞ്ഞു. ആൽഫ ഒല്ലൂർ ലിങ്ക് സെന്റർ നഴ്സ് ഇൻചാർജ് MB പ്രീതിക്ക് ലയൺസ് ഇന്റർനാഷണലിന്റെ ആദരം. ലയൺസ് ക്ലബ് ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന 5 വനിതകളെ ആദരിക്കുന്നതിലാണ് പ്രീതി ഉൾപ്പെട്ടത്. ജൂൺ 29 ഞായറാഴ്ച തൃശൂർ ടൗൺ ഹാളിൽ നടക്കുന്ന ചടങ്ങിലാണ് ആദരം നൽകുന്നത്. സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദുവിൽ നിന്നാണ് ആദരം സ്വീകരിക്കുക. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.